إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, തഖ്വയോടുകൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഏറെ ഗൗരവപരമായ 7 വിനാശകാരികളായ പാപങ്ങൾ അഥവാ സബഉൽ മൂബിഖാത്തിൽപ്പെട്ട പാപങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഏതാനും ഖുതുബകളിലായി നമ്മൾ മനസ്സിലാക്കി വന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി നമുക്ക് താക്കീത് നൽകിയ കാര്യമാണ് ഇജ്തനിബുസ് സബ്ഉൽ മൂബിഖാത്ത് ഐ അൽ മുഹ്ലിക്കാത്ത്, വിനാശകാരികളായ 7 കൊടും പാപങ്ങളെ നിങ്ങൾ വെടിയണമെന്നുള്ളത്. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുകയെന്നുള്ളത് അശ്ശിർക്കു ബില്ലാഹ്. രണ്ടാമത്തേത് അസ്സിഹർ അഥവാ മാരണം. മൂന്നാമത്തേത് ഖത്ലുൻ നഫ്സ് അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ജീവനെ ഹനിക്കുകയെന്നുള്ളത്, ഒരാളെ കൊല ചെയ്യുകയെന്നുള്ളത്, കൊലപാതകമെന്നുള്ളത്. നാലാമത്തേത് അക്ലുർ റിബ, പലിശ ഭുജിക്കുകയെന്നുള്ളത്. അഞ്ചാമതായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകി വഅക്ലു മാലിൽ യതീം, അങ്ങേയറ്റം മറ്റുള്ളവരുടെ സഹായവും സംരക്ഷണവും കിട്ടേണ്ടവരായ യതീം കുട്ടികളുടെ ധനത്തെ അപഹരിക്കുകയും അത് ഭക്ഷിക്കുകയും ചെയ്യുന്നതാണ് അഞ്ചാമതായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതായ ഗുരുതരമായ പാപം. യതീമുകളാകുന്ന ആളുകൾക്ക് വളരെ വലിയ രൂപത്തിലുള്ള സംരക്ഷണമാണ് പരിശുദ്ധ ഇസ്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അന വകാഫിലുൽ യതീമി ഹകദാ ഫിൽ ജന്നഹ വഅശാറ ബിസബ്ബാബതിഹി വൽ വുസ്താ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചൂണ്ടുവിരലും നടുവിരലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും യതീം കുട്ടികളെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും, അഥവാ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം ലഭിക്കുന്ന ആളുകളിൽ പെട്ടവരാണ് യതീം കുട്ടികളെ സംരക്ഷിക്കുന്നവർ. യതീം എന്നതിന് ശറഇലുള്ള വിവക്ഷ എന്ന് പറയുന്നത് മൻ മാത അബൂഹു വഹുവ ദൂനൽ ബുലൂഗ്. അൽ യതീമു മൻ മാത അബൂഹു വഹുവ ദൂനൽ ബുലൂഗ്. അഥവാ ഒരു കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നതിന് മുൻപായി പിതാവ് മരണപ്പെടുന്ന അവസ്ഥക്കാണ് യതീം എന്ന് പറയുന്നത്. പ്രായപൂർത്തി എത്തുന്നതിന് മുൻപായി ഒരു കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടു പോകുകയാണെങ്കിൽ ആ കുട്ടിയെയാണ് യതീം എന്ന് വിളിക്കുന്നത്. قال رسول الله صلى الله عليه وسلم لا يتم بعد احتلام ولا يتم على جارية إذا هي حاضت. ആൺകുട്ടിക്ക് സ്ഖലനമുണ്ടാകുക അഥവാ പ്രായപൂർത്തി എത്തുകയോ പെൺകുട്ടിക്ക് ഹൈദുണ്ടാകുക അഥവാ അവർക്ക് പ്രായപൂർത്തി എത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ലാ യുത്മ, പിന്നെ അവർക്ക് യതീം എന്ന് പറയുകയില്ല എന്നുള്ളതാണ്. മാത്രമല്ല യതീം കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അവരെ ആദരിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അനുഗ്രഹങ്ങൾ നൽകിയാൽ അള്ളാഹുവിനെ കുറിച്ച് അവർ നല്ലത് പറയുമെന്നും വല്ല പരീക്ഷണങ്ങളും അവർക്ക് നൽകിയാൽ അവർ അള്ളാഹുവിനെ കുറിച്ച് മോശമായി സംസാരിക്കുമെന്നും, എന്നാൽ അള്ളാഹു ആദരിക്കാൻ പറഞ്ഞവരെ അവർ ആദരിക്കുന്നില്ല എന്നുള്ളത് അവർ കാണുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം. അവിടെ യതീം കുട്ടികളെ ഇക്റാം ചെയ്യുക, ആദരിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതായ കാര്യമാണ്. മാത്രമല്ല മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അനവധി ഹദീസുകളിൽ യതീം കുട്ടികളുമായി ബന്ധപ്പെട്ട് അവരെ സംരക്ഷിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു യതീം കുട്ടി എന്ന് പറയുന്നത് അത് സത്യവിശ്വാസികൾക്ക് സന്തോഷത്തിനുള്ള, അതുപോലെ തന്നെ അവരുടെ ഹൃദയം വിശാലമാകാനുള്ള ഒരു മാർഗമാണ്. അൽ യതീമു ദവാഉൻ ലിഇലാജി ഖസ്വത്തിൽ ഖൽബ്. ഹൃദയം കടുത്തു പോകുന്നതിനുള്ള മരുന്നുകളിൽ ഒന്നാണ് യതീം കുട്ടികൾക്ക് സംരക്ഷണം നൽകുകയെന്നുള്ളത്. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ശകാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്വത ഖൽബിഹി. അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഹൃദയം വല്ലാതെ കടുത്തു പോയിരിക്കുന്നു, കരുണയില്ലാത്തൊരു ഹൃദയമായി എൻ്റെ ഹൃദയം മാറിയിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലെ, എൻ്റെ ഹൃദയം വിശാലമാകാൻ, കാരുണ്യമുള്ള ഹൃദയമായി തീരാൻ വേണ്ടി അങ്ങനെക്ക് വല്ലതും പറഞ്ഞു തന്നാലും. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻ അറദ്ത അൻ തലീന ഖൽബക ഫഅത്ഇമിൽ മിസ്കീന വംസഹ് റഅസൽ യതീം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിന്റെ ഹൃദയം ലോലമായി തീരാൻ, ഹൃദയത്തിന് വിശാലത ലഭിക്കാൻ, കരുണയുള്ള ഹൃദയമായി മാറാൻ നീ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുകയും യതീം കുട്ടികളെ തലോടുകയും ചെയ്യുകയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഒരു യതീം കുട്ടിയുടെ തലയിൽ തടവുന്നത് പോലും അയാളുടെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന, വിശാലത നൽകുന്ന കാര്യമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. യതീമുകളോട് നിങ്ങൾ പരുഷമായി പെരുമാറരുത്. ഈ ആയത്തിൽ അവരുടെ ഏതെങ്കിലും അർത്ഥത്തിൽ ശാരീരികമായോ മാനസികമായോ അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും അവരോട് ചെയ്യരുത് എന്നതാണ് ഫലാ തഖ്ഹർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യഖൂലു അല്ലാഹു അസ്സ വജൽ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. മതത്തെ കളവാക്കുന്നവരെ നിങ്ങൾ കണ്ടില്ലയോ? ഫദാലികല്ലദീ യദുഉൽ യതീം. യതീമിനോട് അങ്ങേയറ്റം പരുഷമായി പെരുമാറുന്ന, അവരുടെ അവകാശങ്ങളിൽ നിന്ന് അവരെ തള്ളി മാറ്റുന്നവനാണ് അവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഊനിലും നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കുന്നു. അവിടെ യദുഉ എന്നതിന്റെ അർത്ഥം പണ്ഡിതന്മാർ പറയുന്നു, യദ്ഫഉഹു ബിഉൻഫിൻ അൻ ഇസ്തിഫാഇ ഹുഖൂഖിഹി. യതീം കുട്ടിയെ അവന്റെ അവകാശങ്ങളിൽ നിന്ന് തള്ളി മാറ്റുക എന്ന പ്രയോഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അധികാരം കൊണ്ട്
അല്ലെങ്കിൽ അവരുടെ ദുർബലതയെ കണക്കിലെടുത്ത് അവന്റെ അവകാശത്തിൽ നിന്ന് അവനെ അകറ്റി നിർത്തുകയും അവന്റെ ധനത്തെ അപഹരിച്ച് അത് ഭക്ഷിക്കുകയും ചെയ്യുന്ന അക്രമികളായ ആളുകളെ കുറിച്ചാണ് ഇവിടെ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ കളവാക്കുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. എന്നാൽ സത്യവിശ്വാസികളോ വആതൽ മാല അലാ ഹുബ്ബിഹി ദബിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ, തങ്ങളുടെ ബന്ധുമിത്രാദികളിലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാവട്ടെ, ബന്ധുമിത്രാദികളിൽ വേണ്ടപ്പെട്ടവരാകട്ടെ, അവർക്കും അതുപോലെ തന്നെ യതീമുകൾക്കും മിസ്കീനുകൾക്കും ഇഷ്ടത്തോടുകൂടി മാനസികമായ സന്തുഷ്ടിയോടുകൂടി അവർക്ക് ധനം നൽകുകയും ദാനം ചെയ്യുകയും ചെയ്യുന്നവരാണ് സത്യവിശ്വാസികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നു. ഇത് ഏതൊക്കെ സന്ദർഭത്തിലാണ്? ഒന്ന്, അനന്തരാവകാശം നിങ്ങൾ ഓഹരി വെക്കുന്ന വേളയിൽ അവിടെ നിങ്ങൾക്ക് ആശ്രിതരായ യതീമുകൾ ഉണ്ടെങ്കിൽ ആ യതീമുകളെ പരിഗണിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതാണ് വഇദാ ഹദറൽ ഖിസ്മത ഉലുൽ ഖുർബാ വൽ യതാമാ വൽ മസാകീനു ഫർസുഖൂഹും മിൻഹു വഖൂലൂ ലഹും മഅറൂഫാ വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ. നിങ്ങൾ അനന്തരസ്വത്ത് ഓഹരി വെക്കുന്നിടത്ത് യതീമുകളായ കുട്ടികളോ അതുപോലെ തന്നെ ദരിദ്രരായ ആളുകളോ ബന്ധുമിത്രാദികളിൽ നിന്ന് ആ ധനം അവർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അത് ലഭിക്കാൻ അർഹതയുള്ളവരായ ബന്ധുമിത്രാദികളോ അവകാശികളല്ലാത്ത ബന്ധുമിത്രാദികളോ ആ അനന്തര സ്വത്ത് ഓഹരി വെക്കുന്ന വേളയിൽ സന്നിഹിതരാണെങ്കിൽ അവർക്ക് കൂടി നിങ്ങൾ അതിൽ നിന്നൊരു പങ്ക് നൽകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫ, അവരോട് നിങ്ങൾ സൗമ്യമായ നല്ല രൂപത്തിൽ മാത്രമേ നിങ്ങൾ സംസാരിക്കാവൂ എന്നും ഉണർത്തുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല, ഗനീമത്ത്, യുദ്ധാർജിത സമ്പത്തായി ലഭിക്കുന്ന ഗനീമത്ത് സ്വത്ത് അത് വിതരണം ചെയ്യുമ്പോഴും നിങ്ങൾ യതീമുകളെ പരിഗണിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതാണ് വഅലമു അന്നമാ ഗനിംതും മിൻ ഷൈഇൻ ഫഅന്ന ലില്ലാഹി ഖുമുസുഹു വലിർറസൂലി വലിദിൽ ഖുർബ വൽ യതാമ. അവിടെയും യതീം കുട്ടികളെ കുറിച്ച് പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പരിശുദ്ധ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ യതീം കുട്ടികളുടെ അവകാശത്തെക്കുറിച്ച് എടുത്തു പറയുകയും അവിടെ യതീം കുട്ടികളെ നിങ്ങൾ അവഗണിക്കരുത് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖബദ യതീമൻ മിൻ ബൈനിൽ മുസ്ലിമീന ഇലാ തആമിഹി വശറാബിഹി അദ്ഖലഹു അല്ലാഹുൽ ജന്നത ഇലാ അൻ യഅമല ദംബൻ ലാ യുഗ്ഫറു ലഹു. മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളുടെ യതീമിനെ അഥവാ സത്യവിശ്വാസികളുടെ യതീമിനെ ഏതെങ്കിലും ഒരാൾ അവനെ കൂട്ടിപ്പിടിക്കുകയും അവന് ഭക്ഷണവും പാനീയവും നൽകുകയും അവനെ പരിചരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അല്ലാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഇല്ലാ അൻ യഅമല ദംബൻ ലാ യുഗ്ഫറു ലഹു, അവൻ ഒരിക്കലും പുറത്തു കൊടുക്കാത്തൊരു പാപം അവൻ ചെയ്തെങ്കിലല്ലാതെ അവൻ സ്വർഗാവകാശിയായിരിക്കും, സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് യതീം കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യവും ശ്രേഷ്ഠതയുമുള്ള കർമ്മമാണ് എങ്കിൽ യതീം കുട്ടികളുടെ ധനം അപഹരിക്കുക എന്നുള്ളത് സബഉൽ മൂബിഖാത്തിൽപ്പെട്ട കാര്യമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഗുരുതരമായ പാപമാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യതീമുകളുടെ സംരക്ഷകരാണവർ. അവരുടെ ധനവും അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കേണ്ടവരാണ്. പ്രത്യേകിച്ചും പിതാവ് മരണപ്പെടുന്ന ചെറിയ കുട്ടികൾ, അവരാണല്ലോ യതീമുകൾ. അവരുടെ ധനം അനന്തരസ്വത്ത് ഓഹരി വെക്കുന്ന വേളയിൽ
അനർഹമായി അപഹരിക്കാൻ പാടില്ല. അവരോട് പരുഷമായി പെരുമാറാൻ പാടില്ല. അവർക്ക് ആദരവും സ്നേഹവും നൽകൽ അനിവാര്യവും നിർബന്ധവുമായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതായ കാര്യമാണ്. അതോടൊപ്പം ഒരു താക്കീത് അല്ലാഹു സുബ്ഹാനഹു വ തആല യതീമുകളുടെ ധനം അപഹരിക്കുന്ന ആളുകൾക്ക് നൽകുന്നുണ്ട്. ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമാ ദുൽമൻ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൗന സഈറാ. യതീമുകളുടെ ധനം അനർഹമായി ഭുജിക്കുന്നവർ യഥാർത്ഥത്തിൽ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നരകമാണ്. മാത്രമല്ല അവർ ചെന്നെത്തുന്നത് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്കായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 10-ാമത്തെ വചനത്തിൽ താക്കീത് നൽകുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ യതീം കുട്ടികളുടെ സംരക്ഷകനായി മാറുക എന്നുള്ളത് ഏറെ ശ്രേഷ്ഠമാണ്. എന്നാൽ യതീം കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള അവൻ്റെ പെരുമാറ്റത്തിൽ, അവർക്ക് നൽകേണ്ടതായ സംരക്ഷണത്തിൽ, അവരുടെ ധനത്തിന് നൽകേണ്ടതായ സംരക്ഷണത്തിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയുണ്ട്. അത് നൽകാതിരിക്കുക എന്നുള്ളത് സബഉൽ മൂബിഖാത്തിൽ ഏറ്റവും വലിയ 7 വൻപാപങ്ങളിൽ ഒന്നായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പല സഹോദരങ്ങളും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.